പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഈ സീരീസിലെ 17ാമത്തെ വീഡിയോ ആണിത്. മുമ്പുള്ള വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 16 പേപ്പറും മുൻവർഷ ചോദ്യപേപ്പറുകളും അതിൻ്റെ വിശദീകരണങ്ങളും ഇതിൻ്റെ താഴെ ലിങ്കിൽ നിന്നും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും അത് കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയുക. ഇന്നത്തെ വീഡിയോ പത്തനംതിട്ട ജില്ലയിൽ 2011 ചോദിച്ച ക്വസ്റ്റ്യൻസും സെലക്റ്റഡായ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യനും. ഒരു ക്വസ്റ്റ്യൻ തരുന്നു. 17/3.5 × 17/7.3 ഹരിക്കണം 17/4.2 = 17x ആയാൽ എക്സിൻ്റെ വില എന്ത്? കൃത്യങ്ങൾ നിയമം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിന്. അപ്പോൾ കൃത്യങ്ക നിയമം അറിയാത്തവർ, ഞാനൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൃത്യങ്ക നിയമങ്ങൾക്ക് മാത്രമായിട്ട്. ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈസിയായി ചെയ്യാം. അത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതേപോലെ അത് നിങ്ങൾക്ക് കണ്ടാൽ ഇത് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിയായി ചെയ്യാം. നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 17/3.5 × 17/7.3 ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണനമാണെങ്കിൽ, രണ്ട് കൃത്യങ്ങൾ തമ്മിൽ ഗുണനമാണെങ്കിൽ അവ തമ്മിൽ പ്ലസ് ചെയ്യുക, കൂട്ടുക വേണ്ടത്. രണ്ട് കൃത്യങ്ങൾ തമ്മിൽ ഗുണിക്കണമെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ കൂട്ടണമെന്നാണ് നിയമം. അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ ഇവിടെ 17/10.8 എന്ന് കിട്ടും ഇവിടെ. ഇനി അപ്പോൾ ഈ ഭാഗം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഹരിക്കണം, ഇവിടെ ഹരിക്കണം 17/4.2 എന്നുണ്ട്. അത് ചെയ്യാൻ രണ്ട് കൃത്യങ്ങൾ തമ്മിൽ ഹരിക്കണമെങ്കിൽ അവ തമ്മിൽ മൈനസ് ചെയ്യാൻ വേണ്ടത്. ഇവിടെ 10.8 നിന്നും 4.2 മൈനസ് ചെയ്യാൻ വേണ്ടത്. അപ്പോഴേ നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 17/6.6 എന്ന് കിട്ടും. ഈ 17x ആണ് 17.66. നമ്മോട് ചോദിച്ചിട്ടുള്ള ഈ x ആണ്, x എന്നുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ ചോദിച്ചില്ല. x എന്ന ഭാഗം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ x ആണ് 6.6. അതിൻ്റെ ആൻസറാണ് അപ്പോൾ 6.6. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ നോക്കാം. അരയുടെ അരയെ അര കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയാൽ ആൻസർ തെറ്റാവും. അരയുടെ അരയെ അര കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയ മാറ്റം. 1/2. അരയുടെ അരയെ അര കൊണ്ടാണ് 1/2 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും. 1/2 × 1/2 ഹരിക്കണം 1/2. അപ്പോൾ വരുമ്പോൾ 1/4 ഹരിക്കണം 1/2. 2 ഇവിടെ ഹരിക്കണം എന്നുള്ളത് വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഗുണിക്കണം എന്നാക്കുക. രണ്ട് വിൽക്കമങ്ങൾ തമ്മിൽ ഗുണിക്കണം ഹരിക്കണം എന്നാകുമ്പോൾ ഓപ്പോസിറ്റ്. ഇവിടെ 1/2 എന്നുള്ളത് 2/1 എന്നാവും. ഫ്രാക്ഷൻസ് നേരെ ഓപ്പോസിറ്റാണ് വരും. അപ്പോൾ 1/2 ഇവിടെ ആൻസർ. 1/2. അരയുടെ അരയെ ഇപ്പോൾ 50 പൈസ എടുക്കുകയാണെങ്കിൽ 50 പൈസൻ്റെ അര പറഞ്ഞാൽ 25 പൈസ. ഈ 25 ഹരിക്കണം 50 ആണ്. അവിടെ ഓപ്ഷനിൽ 2 എന്നുണ്ടാവും. 50 ഹരിക്കണം 25 ആകുമ്പോഴാണ് 2 വരുന്നത്. പക്ഷേ 25 ഹരിക്കണം 50 വരുമ്പോൾ 0.5 വരിക. അപ്പോൾ അതാണ് ഈ 0.5 ഇവിടെ നിന്ന് അര എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 1 രൂപ എടുത്തിട്ട് 50 പൈസ നമ്മൾ എടുത്തു. ഓക്കെ, 50 പൈസയുടെ അര എന്ന് പറയുമ്പോൾ 25 ആണ്. ആ അര കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അര പറഞ്ഞാൽ 50 പൈസയാണ്. ഇവിടെ പോയിൻ്റ് ഉണ്ട്, എല്ലാത്തിനും പോയിൻ്റ് ഉണ്ട്. അത് നിങ്ങൾ നോക്കുക.
അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ആ ഈ ഒരു അരയുടെ അര കൊണ്ട് ഗുണിക്കുമ്പോൾ 25 ഹരിക്കണം 50 അല്ലാതെ 50 ഹരിക്കണം 25 അപ്പോഴാണ് ഡിഫറൻസ്, ആ വ്യത്യാസം അപ്പോഴാണ് വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് നോക്കാൻ. അതുപോലെ ഒരു സംഖ്യ അതിൻ്റെ 4/7 3 കൂടുതലാണ് എങ്കിൽ സംഖ്യയുടെ വർഗം എത്ര? ഇവിടെ ഏറ്റവും ബെറ്റർ പറയുന്നത് ഈ ഒരു ഓപ്ഷനിൽ എടുത്ത് ചെയ്യലാണ്. അതാണ് ഞാൻ ഇവിടെ ഓപ്ഷനിൽ എടുത്ത് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ വർഗം തന്നിട്ടുണ്ട് ഓരോ സംഖ്യയുടെ. ഇത് 6ൻ്റെ വർഗ്ഗമാണ് 36, 5ൻ്റെ വർഗ്ഗമാണ് 25, 4ൻ്റെ വർഗ്ഗമാണ് 16, അതുപോലെ 7ൻ്റെ വർഗ്ഗമാണ് 9. ഇവിടെ പറഞ്ഞ ഒരു സംഖ്യ പറഞ്ഞത് എക്സാന്ന് വിചാരിക്കുക. ആ സംഖ്യയെ 4/7 കൊണ്ട് 4/ൻ്റെ ആ സംഖ്യയുടെ 4/7 എത്രയാണോ, ഇപ്പം 4/7 എന്ന് പറയുന്നത് 5 കരുതുക. 5 കരുതിയാൽ ആ 4/നേക്കാൾ +3 കൂട്ടിയാൽ സെയിം സംഖ്യ തന്നെ വരണം. ആ സംഖ്യ തന്നെ വരണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് 6 എടുത്ത് നോക്കാം. 6 വരുമ്പോൾ 6 എടുത്ത് നോക്കിയാൽ 6 × 4 ഹരിക്കണം 7. അത് 6 × 4/7 +3 വരുമ്പോൾ പോയിൻ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ 5 എടുത്താലും അത് വരുന്നില്ല, 16 എടുത്താലും. ഇവിടെ വരുന്നത് 7 എടുത്താലാണ് വരുന്നത്. 7ൻ്റെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 7 × 4/7 എന്ന് പറഞ്ഞാൽ അത് 4 +3 എന്ന് പറയുമ്പോൾ അത് 7. അപ്പോൾ ഇവിടെ ആൻസർ 7. 7ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവിടെ 49 ഇവിടുത്തെ ആൻസർ. നിങ്ങൾ ഓരോ ഇതും എടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 4 പോയിൻ്റ് വരും. ഇവിടെ വേറൊരു ഇത് പറഞ്ഞാൽ ഇവിടെ ഹരിക്കാൻ വരുമ്പോൾ 7 കൊണ്ട് ഇവിടെ 7 അപ്പോൾ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ഇവിടെ 6, 36 പറ്റില്ല, 25 പറ്റില്ല, 16 പറ്റില്ല, 49 മാത്രമേ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ എടുത്താലും ആൻസർ കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. രാജു ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാകുമെങ്കിൽ പലിശ എത്ര? ഒരു സംഖ്യ ഇരട്ടിയാകാനുള്ള പലിശ നിരക്ക് അല്ലെങ്കിൽ വർഷം കാണണമെങ്കിൽ 100% ഹരിക്കണം 8. ഇവിടെ 8 എന്ന് പറഞ്ഞത് 8 വർഷമാണ്. അല്ലെങ്കിൽ പലിശ നിരക്ക് 8% ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ 12% ആ സംഖ്യ ഇരട്ടിയാകാൻ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് 8 വർഷത്തിന് പകരം 8% കൊണ്ട് ഇരട്ടിയാകുമെങ്കിൽ എത്ര വർഷം പിടിക്കും എന്ന് ചോദിച്ചാൽ 12.5 വർഷം തന്നെ. അതും അങ്ങനെ തന്നെ വരിക. 100 ബേസ്, 100ന് ഹരിക്കണം എത്രയാണോ, അല്ലെങ്കിൽ 8 വർഷങ്ങൾ കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ സെയിം ആയിരിക്കും കിട്ടും. അതുപോലെ 300 മീറ്റർ നീളമുള്ളൊരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് 500 മീറ്റർ നീളമുള്ളൊരു പാലം കിടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എത്ര? ഇവിടെ വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. ഇവിടെ ദൂരം എന്ന് പറയുന്നത് 800. 300 മീറ്റർ പാലവും ഒരു 500 മീറ്റർ പാലവും 300 മീറ്റർ ട്രെയിനുമാണ്. അപ്പോൾ ടോട്ടൽ ചെയ്തിട്ട് 800 ഹരിക്കണം 30. അപ്പോൾ നമുക്ക് 80/3 മീറ്റർ കിട്ടും. 80/3 ഓപ്ഷനിൽ, അല്ലെങ്കിൽ അത് ചെറുതാക്കിയാൽ നമുക്ക് പോയിൻ്റ് കിട്ടും. അപ്പോൾ ഏതാണ് ഓപ്ഷനിൽ അതുപോലെ ചെയ്യുക. 80/3 ഓപ്ഷനിൽ. അപ്പോൾ 80/3 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് രാമു ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 13-മതും പിന്നിൽ നിന്ന് 9-മതുമാണ് എങ്കിൽ ക്യൂവിൽ എത്ര ആളുകളുണ്ട്? ക്യൂവിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 2 വട്ടം വരുന്നുണ്ടെങ്കിൽ 1 മൈനസ് ചെയ്യുക. 2 വട്ടം വരുന്നുണ്ടെങ്കിൽ 1 മൈനസ് ചെയ്യുക മീൻസ് 13-മതും 9-മതും ഈ രാമു തന്നെയാണ്. അപ്പോൾ രാമു 2 തവണ അവിടെ വരുന്നുണ്ട്. അപ്പോൾ 1 മൈനസ് ചെയ്യുക. ഇവ ടോട്ടൽ ചെയ്തിട്ട് 22 ടോട്ടൽ ചെയ്യുക. 13, 9, 22 വരുന്നത്. അതിൽ നിന്നും 1 രാമു 2 വട്ടം വരുന്നുണ്ടല്ലോ, ഒരു വട്ടമല്ല, ഒരാളല്ലേ രാമു. അപ്പോൾ 1 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 21 ആളുകൾ ആ ക്യൂവിലുണ്ട്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ബാബു ഒരു അലമാര 8,750 രൂപയ്ക്ക് വാങ്ങി. 1,125 രൂപ മുടക്കി അത് വീട്ടിലെത്തിച്ചു. അത് 125 രൂപ ലാഭത്തിൽ വിറ്റ എത്ര? അതിൻ്റെ വിറ്റ വില എന്ത്? വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഇട്ടെന്തെന്ന് വെച്ചാൽ നമ്മൾ PSC ഈ ഒരു നിലവാരത്തിലും ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. ബാബു ഒരു അലമാര 8,750 നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്.
8,750 പ്ലസ് 125, അതിൻ്റെ വാങ്ങിയ വില 8,875 അതിൻ്റെ വിറ്റ വില എന്ന് പറയുമ്പോൾ ആ പ്ലസ് 125 കൂടി കൂട്ടിയിട്ട് 9,000 രൂപക്കാണ് അത് വിറ്റത്. ഒരു ഇരുട്ടുമുറി 27 ചുവന്ന പന്തുകളും 30 വെളുത്ത പന്തുകളും 15 നീലപ്പന്തുകളും ഉണ്ട്. ഒരേ നിറത്തിലുള്ള 3 പന്തുകൾ കിട്ടാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര പന്തെടുക്കണം? കൺഫ്യൂഷൻ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്നാലോ സിമ്പിളായിട്ടുള്ളതാണ്. ഒരു 27ഉം 30ഉം 15ഉം പന്തുകളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ആദ്യം കുറച്ചുള്ള 15 പന്തെടുക്കണം, പിന്നെ 27 പന്തെടുക്കണം, പിന്നെ 3, 30 3 എടുക്കുക. അപ്പോൾ ചുരുങ്ങിയ 45 പന്തെങ്കിലും എടുത്താലേ ഈ പറഞ്ഞ രീതിയിലുള്ള 3 പന്തുകൾ ഒരേ നിറത്തിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അടുത്തത് 1:05 സമയം കാണിക്കുന്ന ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. നമുക്കറിയാം മണിക്കൂർ ഇൻറ്റു 30 മൈനസ് മിനിറ്റ് ഇൻറ്റു 5.5 അല്ലെങ്കിൽ 11/2 ഏത് ചെയ്താലും കിട്ടും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.5 ഡിഗ്രി കോണളവ്, ആ 2.5 എന്നാണ് ആൻസർ കിട്ടുക, 2.5 ഡിഗ്രി. അടുത്തത് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തമ്മിലുള്ള അംശബന്ധം 5:4 ഒരു ക്ലാസ്സിൽ 20 പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാവും. ഇവിടെ ആ പെൺകുട്ടികളുടെ എണ്ണം എന്നുണ്ട്. പെൺകുട്ടികളുടെ എണ്ണം 4 ഭാഗമാണ്. അപ്പോൾ 20 ആയിരിക്കണം 4. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ഇവിടെ ഈ 1 എന്ന് പറയുന്നത് 5 അപ്പോൾ ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുമ്പോൾ 5 ആകുമ്പോൾ 5 പാർട്ടാണ് ആൺകുട്ടികൾ. അപ്പോൾ 5 × 5 25. ഇതവിടെ ആൻസർ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.